കേരളത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് കുറച്ച് വർഗീയപരമായിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനാണ് ഒരു കൂട്ടം മനുഷ്യർ ശ്രമിക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു അപകടമാണ്. സ്ഫോടന വസ്തുക്കൾ, വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് കുറേ പേർക്ക് ജീവഹാനി ഉണ്ടായി. അപ്പോൾ ഈ ഒരു സംഭവത്തെ വർഗീയമായിട്ട് വ്യാഖ്യാനിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പഹൽഗാം അറ്റാക്ക് ഉണ്ടായതിന് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ആണ് എന്നാണ് അവർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അറേബ്യൻ റെസ്റ്റോറൻറ്റ്സിന് എതിരെ നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക്, അവർ പറയുന്നത് ഈ അറേബ്യൻ റെസ്റ്റോറൻറ്റ്സിൻ്റെ അവരുടെ മൂലധനം, അതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേക താല്പര്യത്തോട് കൂടിയിട്ട് ഇവിടെ ഈ മൂലധന നിക്ഷേപം നടത്തുകയാണ് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് അതിനെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നന്ദ ഗോവിന്ദൻ ഭജൻസ്. അവര് ഒരു അമ്പലത്തില് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം അവരുടെ ഹിന്ദു ഭക്തിഗാനങ്ങളുടെ കൂടെ പാടിയതിന് തുടർന്നുണ്ടായ വിവാദങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടി നോക്കുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്ന സെക്യുലർ രാജ്യമാണ്. പക്ഷേ അതിൽ തന്നെ കേരളം വളരെയധികം സെക്യുലർ ആണ് എന്നാണ് നമ്മൾ കേരളീയർ തന്നെ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള ഒരു വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇത്തരത്തിലുള്ള മത വികാരം കൊണ്ട് സമൂഹത്തെ വ്രണപ്പെടുത്തുന്നത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത് ചരിത്രങ്ങളായിട്ടേ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിൽ ഈ ഒരു ധ്രുവീകരണം നടത്തുന്നത് കൊണ്ട് എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഒരു വിഷയമായിരുന്നു നന്ദഗോവൻ ഭജൻസിൻ്റെ. അവർ ഒരു കോട്ടയത്ത് ഒരു ക്ഷേത്രത്തിൽ ഭജൻ നടത്തിയ സമയത്ത് ക്രിസ്തീയ ഗാനം ആലപിച്ചു. ഈ ആലാപനത്തെ തുടർന്ന് തരത്തിലുള്ള ഹിന്ദു ഐക്യവേദിയിലെ തന്നെ രക്ഷാധികാരിയായിട്ടുള്ള KP ശശികല പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ അത് പായസത്തിൽ വിളമ്പാൻ പാടില്ല എന്ന്. ഇത്തരത്തിൽ സമൂഹത്തിന് തന്നെ ഗുണകരമായിട്ടുള്ള ഒരു ആശയം കൊടുക്കേണ്ടവർ തന്നെ ഈ ഒരു തരത്തിലുള്ള ഒരു വർഗീയത സമൂഹത്തിലേക്ക് പടച്ചു വിടുമ്പോഴത്തേക്കും അത് കാണുന്നവരിൽ തന്നെ പലതരത്തിലുള്ള ചിന്താഗതികൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ നന്ദഗോവൻ ഭജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെയധികം പ്രാതിനിധ്യം സമൂഹത്തിൽ നേടിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് ഒരുപാട് ജനപ്രീതി ഉണ്ടാവുന്നുണ്ട്. അവരെ പോലെ ഇത്തരം ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ വിഭാഗീയത കൊണ്ടുവരുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെ. ഇതിന് വളരെ നല്ല രീതിയിൽ അനുകൂലിച്ചവരുണ്ട്. ഇത് കേരള സ്റ്റോറി ഇങ്ങനെയല്ല, ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞവരും അല്ല, ഇത്തരത്തിലല്ല എന്ന് പറഞ്ഞവരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗക്കാരും ഉള്ളതാണ് അല്ലേ. നമ്മുടെ കേരളത്തിൽ പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗാനങ്ങളും എല്ലാവരും മാപ്പിളപ്പാട്ടാണെങ്കിലും അതുപോലെ ക്രിസ്ത്യൻ ഗാനങ്ങളാണെങ്കിലും ഹിന്ദു പാട്ടുകൾ എല്ലാവരും എല്ലാ പാട്ടുകളും ആലപിക്കുന്നവരാണ്. നമ്മൾ അതിനെ വളരെ ഭംഗിയോടെ തന്നെ സ്വീകരിക്കുന്ന പ്രേക്ഷകരുമാണുള്ളത്. പക്ഷെ അവരുടെ ഇടയിലേക്ക് ഇത്രയും വൈറലായിട്ടുള്ള ഒരു ബാൻഡിന്റെ പ്രവർത്തനത്തെ അവരുടെ ആ ഒരു പാട്ടായി മാത്രം അതിനെ കാണാതെ അതിലേക്ക് മതവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ഒരു കുത്തിവയ്പ്പ് നടത്തുന്നത് ശരിയായിട്ടുള്ളൊരു തീരുമാനമല്ല. അവരുടേതായിട്ടുള്ള സംഗീത ലോകത്തെ ആ രീതി ഇപ്പം അവർ തന്നെ പറയുന്നുണ്ട്. ആ ഭജൻസ് പറഞ്ഞ ഏറ്റവും വലിയൊരു റിപ്ലൈ ആയിരുന്നു, തങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തന്നിരുന്നത് അവിടെ അടുത്തുള്ള പള്ളി ഗ്രൗണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും തങ്ങൾ അവിടുത്തെ അധികാരികളോട് ചോദിച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത ആ ഒരു ഉപകാരത്തിനൊന്നോണമാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പാട്ട് സമർപ്പിച്ചതെന്ന്. അത് അവിടെ ഉള്ള മനുഷ്യർക്കില്ലാത്ത പ്രശ്നമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെ ഈ വികാരം മനുഷ്യൻ്റെ ഉള്ളിൽ വ്രണപ്പെടുത്താൻ വേണ്ടി കുത്തിവെക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം രണ്ടാമത്തെ വിഷയമായിട്ട് നമുക്ക് എടുക്കാനാണെങ്കിൽ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള അറബിക് റെസ്റ്റോറൻറ്റുകൾ കൂടി വർദ്ധിച്ചു വരുന്നവരുടെ സ്ഥാപനങ്ങൾ വർധന വരുന്നത് ഇത്തരത്തിൽ പുറത്തു നിന്ന് വരുന്ന ഒരു നിക്ഷേപം കൊണ്ടാണ്. ഈ പുറത്തു നിന്നുള്ള ഈ നിക്ഷേപം, ഈ മൂല്യ സ്രോതസ് എന്ന് പറയുന്നത് വളരെയധികം രാജ്യത്തിന് ദ്രോഹമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ സഹായിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിച്ചു കൊണ്ടിട്ട് BJP NIA പരാതി നൽകിയിരിക്കുന്നു. ഇതിലും നമുക്ക് കൃത്യമായ ഒരു അജണ്ട കാണാൻ സാധിക്കുന്നുണ്ട്. അതിലവർ പറയുന്നതിൽ നിന്നും നമുക്ക് ഇത്തരത്തിൽ ആ ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രം അല്ലെങ്കിൽ ആ ഒരു മതവികാരം വീണ്ടും വ്രണപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനമായി ഇതിനെ നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ എവിഡന്റ് ആയിട്ട് കാണുന്നതാണ് ഈ BJPയും പിന്നെ സംഘപരിവാർ അനുകൂലിക്കുന്ന ആൾക്കാരും പരസ്യമായിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട്
വർഗീയത പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കേരള സ്റ്റോറി 1ഉം 2ഉം ഇറങ്ങിയ സമയത്ത് ഈ BJPയുടെ പ്രതിനിധികൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അതൊരു ട്രൂ സ്റ്റോറിയാണ് എന്ന നിലയിലാണ് ആഹ്വാനം ചെയ്തത് കേരളത്തിലെ ജനങ്ങളോട്. അപ്പോൾ ഇത് വ്യക്തമായ ഒരു അജണ്ടയുടെ, ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു അജണ്ട മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പുതിയ മൂവ്മെന്റ്സ് ഇവർ നടത്തുന്നത്, പുതിയ വിവാദങ്ങൾ തുറന്നു വിടുന്നത്, വർഗീയപരമായിട്ടുള്ള വിവാദങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ പണ്ട് തൊട്ടേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പല കേരളത്തിൽ നടത്തുന്ന സംരംഭങ്ങളുടെയും മൂലധനം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരുപാട് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് പണം അവിടുന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ അറേബ്യൻ എന്നുള്ള പേരായിരിക്കണം ഇവരെ കുറച്ചുകൂടി ട്രിഗർ ചെയ്യുന്നത്. ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റ് എന്ന് ഇന്ത്യയിൽ കാണുന്നതായിരിക്കാം അത് ട്രിഗർ ചെയ്യുന്നത്. അതെ, അതേ BJPയിൽ നിന്ന് തന്നെയാണ് വിഭാഗീയത ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള പരാതികൾ ഉടലെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വെടിക്കെട്ട് അപകടവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പഹൽഗാമിലെ ആക്രമണത്തിന് കൃത്യം 1 വർഷം കഴിയുന്ന സമയത്ത് അതിനൊരു പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്ന തലയ്ക്ക് സൾഫർ പൊടി വിതറി എന്നും അല്ലെങ്കിൽ മാധ്യമം അതിനു വേണ്ടി എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഉണ്ടാക്കുന്ന ഈ വിഭാഗീയത എത്രത്തോളം ജനങ്ങളിലേക്കൊരു മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുത്തിവെക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു ചെന്നാണെങ്കിൽ ശബരിമലയിലെ പുൽമേട് ദുരന്തത്തിൽ മലപ്പുറം രജിസ്ട്രേഷൻ ജീപ്പ് കടന്നത് ഇത്തരത്തിലൊരു ദുരൂഹതയുണർത്താൻ കാരണമാകുന്നു എന്ന് പറഞ്ഞ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിന് വേണ്ടത്ര ഒരു പ്രചരണം ലഭിച്ചില്ല. അത് വിവാദങ്ങളിലേക്ക് കടന്നു ചെന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ അത് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്തില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സന്ദർഭം അതല്ല. ഇത് എന്ത് പ്രശ്നം വന്നാലും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലോ അങ്ങനെയൊക്കെ തന്നെ ഈ വാർത്തകൾ പെട്ടെന്ന് തന്നെ അത് പ്രചരിക്കുന്നുണ്ട്. അപ്പം അത് വേണ്ട രീതിയിലല്ലാത്ത പക്ഷവും അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം ഇത് സമൂഹത്തിൽ പലപ്പോഴും വളരെ ന്യൂനപക്ഷങ്ങളും കൂടിയുള്ള ഒരു നാടാണ് നമ്മുടെ. അപ്പം അതിൽ വളരെ വ്യത്യസ്തപരമായിട്ടുള്ള വിഭിന്നതകളും ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ച വ്യത്യാസം ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം അതിനു വേണ്ടി തന്നെയുള്ളൊരു ശ്രമം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള വിഭാഗീയത ജനങ്ങൾക്കിടയിലേക്ക് പടച്ചു വിടുന്നത്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നമുക്ക് ഒരിക്കലും സിമ്പിളായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതായത് കേരളം ഒരു വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ, കമ്പാരിറ്റീവ്ലി മറ്റു സംസ്ഥാനങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ ലളിതമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ശബരിമല പുൽമേട് ദുരന്തം നടന്ന ആ സമയമല്ല ഇപ്പോൾ. രാഷ്ട്രീയം ഒരുപാട് മാറി, ഭരണം ഒരുപാട് മാറി, ജനങ്ങളുടെ ചിന്ത പോലും ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത അത് തെറ്റായാലും എന്ത് കുക്ക്ഡപ്പ് ആയിട്ടുള്ള വാർത്തകളായാലും അത് വളരെ പെട്ടെന്നാണ് ഒരുപാട് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ അതായത് ഇത്തരം വ്യത്യസ്ത ചിന്താഗതി ഉള്ള ആൾക്കാർ, വ്യത്യസ്ത മതവിഭാഗങ്ങൾ, അവർക്കൊക്കെ ട്രിഗറിങ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഈ പാസ് ചെയ്യുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ അത് നിയമപരമായിട്ടാണ്. മതപരമായിട്ടുള്ള വ്രണപ്പെടുത്തലുകളും അതുകൊണ്ട് വർഗീയപരമായി ആൾക്കാരെ ഭിന്നിപ്പിക്കുന്നതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ്. ഇതിന് എത്രത്തോളം നമ്മൾ ആക്ഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഗവൺമെൻറ്റും സിസ്റ്റവും അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. ഒരു ചെറിയ തരത്തിലുള്ള മെസ്സേജിനും പോലും ഇത് നമ്മൾ സെക്യുലർ സംസ്ഥാനമാണ് എന്ന് ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.